എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാല എന്ന് പറഞ്ഞ നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് കേരളത്തിലെ കുറേ മലയാള സിനിമകളിലൊക്കെ അഭിനയിച്ചു. അങ്ങനെ ഒരു നടനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. ശ്രദ്ധാ സുരേഷിനെ കാണുകയും ഇഷ്ടപ്പെടുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത്. ആ വിവാഹം പരാജയപ്പെട്ടു. അവർ ഡൈവോഴ്സായി. പിന്നീട് ബാല വിവാഹം കഴിച്ചത് എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറെയായിരുന്നു. എന്നാൽ എലിസബത്തുമായിട്ടുള്ള വിവാഹ ജീവിതവും സക്സസ്ഫുൾ ആയില്ല. അതിനുശേഷം കോകില എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അവർ ബാലകോകില എന്നൊക്കെ പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. എലിസബത്ത് ഒരു FB പോസ്റ്റും കൂടെ ഇട്ടതോടുകൂടി ആകെ കാര്യങ്ങൾ തകിടം പറഞ്ഞു. കാരണം എലിസബത്ത് ഇട്ട പോസ്റ്റിൽ കുറേ കാര്യങ്ങൾ എലിസബത്ത് പറയുന്നുണ്ട്. ഈ ഒരു പോസ്റ്റ് വായിച്ചിട്ട് പലർക്കും കാര്യങ്ങൾ പിടികിട്ടിയില്ല. കാരണം അതിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല എന്താ എലിസബത്ത് ഉദ്ദേശിക്കുന്നതെന്ന്. അതിനുശേഷം ഇപ്പോൾ എലിസബത്ത് പുള്ളിക്കാരിക്കെതിരെ വന്ന മോശം കമൻറ്റുകളെ മുൻനിർത്തിക്കൊണ്ട് അതിനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് കണ്ടാണ് പുള്ളിക്കാരി വോയിസ് ഇട്ടിരുന്നത്. അതായത് എലിസബത്തിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒത്തിരി പേരുണ്ട്. ബാല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത്, അതായത് ഓപ്പറേഷന് സംബന്ധമായിട്ട് വിഷയങ്ങളൊക്കെ ആയിട്ട് ബാല അഡ്മിറ്റ് ആയിരുന്നല്ലോ ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ. ആ സമയത്തൊക്കെ എലിസബത്ത് ആയിരുന്നു കൂടെ നിന്ന് സഹായിച്ചതും നോക്കിയതും എല്ലാം. അതൊക്കെ നമ്മളും അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് എലിസബത്തിനെ. കാരണം നല്ലൊരു സാധുവായിട്ടുള്ള ഒരു പെണ്ണാണ് എലിസബത്ത്. അതോടൊപ്പം അവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടും സമാധാനപരമായിട്ടുള്ള സംസാരവും രീതികളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും എലിസബത്തിനെ വലിയ ഇഷ്ടമാണ്. എന്നാൽ ഇപ്പോൾ വന്ന ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് പലതും എലിസബത്ത് ബാലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ബാലയോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എലിസബത്ത് അനുഭവിച്ച പീഡകളെക്കുറിച്ചും ബ്ലാക്ക്മെയിൽ ചെയ്തതിനെക്കുറിച്ചും ഭീഷണിപ്പെടുത്തിയതിനെക്കുറിച്ചും ഗുണ്ടാ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെയാണ് എലിസബത്ത് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വീണ്ടും ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓ മൈ ഗോഡ്. എനിക്ക് ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഒന്ന് അയച്ചു തരണം. പിന്നെ ഒരു കല്യാണം കഴിച്ച ആൾക്ക് ഇനിയിപ്പോൾ ഇത് കല്യാണം അല്ലാന്നല്ലേ പറയണേ. എനിക്ക് ഇനി ബോയ് ഫ്രണ്ട് ഉണ്ട്, 10 പേരുണ്ട്, 100 പേരുണ്ട്, 300 പേരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷയം ആവേണ്ട കാര്യമില്ല. തെറ്റാര് ചെയ്താലും എപ്പോൾ ചെയ്താലും അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾറെഡി റിലേഷനിലിരിക്കുമ്പോൾ 4-5 ആൾക്കാരായിട്ട് പോണതാണോ? ഓൾറെഡി ഓപ്പോസിറ്റ് ആൾ വേറെ കിട്ടിയിട്ട് പിന്നെ വേറെ ആൾ റിലേഷനിൽ പോകണമാണോ കുഴപ്പം? അതും ഒരു റിലേഷനൊന്നുമല്ല. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആവണത് ഓക്കെ. പക്ഷേ പുള്ളി ഒരു 4-5 എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ 2 months. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഇത്ര കോമൺ ആയി. നമ്മൾ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയി. സോറി, അത് വേറെ കാര്യം. ഉള്ളത് വീണ്ടും എലിസബത്ത് ഇസ് പോസ്റ്റിംഗ് വീഡിയോ വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട്. അവരെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ സഫർ ചെയ്യുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. വുമൻ കാർഡ് ഇറക്കി ഡ്രാമ കളിക്കുന്നത് എന്താണ്? എന്തിനല്ലേ ഇങ്ങനെ വുമൻ കാർഡൊക്കെ ഇറക്കിയിട്ട് ഡ്രാമ കളിക്കുന്നത്? ഇത്ര ഡ്രാമ കളിച്ചിട്ട് ആൾക്കാരൊന്നും കാണുന്നില്ല. അത് വേറെ കാര്യം. ഓ മൈ ഗോഡ്. ആക്ച്വലി കുറച്ച് കരഞ്ഞിട്ടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ. പക്ഷേ എനിക്ക് ആക്ച്വലി കോമഡി അപ്പോൾ തോന്നാം. ആദ്യത്തെ ദിവസം ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഡോക്ടർ ചെയ്യുന്നതായിരുന്നു. ബേസിക്കലി നിങ്ങൾക്ക് ഡോക്ടർമാരുടെ കൈയക്ഷരം അറിയാലോ. പിന്നെ അതുമാത്രമല്ല, ഒരാൾ വിഷമിച്ചിട്ട് എഴുതുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, മറ്റേതുണ്ടോ, മറിച്ചുണ്ടോ. ആക്ച്വലി നമ്മൾ അങ്ങനത്തെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇട്ടാലാണ് നമ്മൾ ഡൗട്ട് അടിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്കൊക്കെ ഇത്ര വിഷമത്തിൽ എഴുതുമ്പോൾ കൈ വരയ്ക്കണമെന്ന് അടക്കം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നോട് കുറച്ച് ആൾക്കാർ മെസ്സേജിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. നല്ല ആൾക്കാർ, അതായത് ഇതുപോലത്തെ ആൾക്കാർ കുറേ അങ്ങനത്തെ കുറേ കുറേ കുറ്റങ്ങൾ വന്നിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അത് ആലോചിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്ര വിഷമമായിരുന്നു അത് കണ്ടപ്പോൾ. കാരണം എനിക്കെങ്ങനെ നോക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അവർക്കും അറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാവ് പോകുന്നുണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഈ നാവ് പോകുന്നുണ്ടല്ലോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ ചെറിയൊരു സഹായം ചെയ്താൽ അവനെ ഞാൻ എൻ്റെ ജന്മത്തിൽ മറക്കത്തില്ല. പക്ഷേ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന്. ഓരോ 2 മാസം കൂടുമ്പോൾ 10 ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആക്ച്വലി ഹണിമൂണിൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ ചോര ഛർദ്ദിച്ചിട്ടും ICU ആയിട്ട്. അപ്പോൾ ICU പറയും പിന്നെ ICU കയറ്റണം, ഇവൾ ഒപ്പുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന്. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ എല്ലാം പറ്റുന്നത് ഞാൻ കാരണമെന്ന് പറയുമ്പോൾ ആക്ച്വലി ഒന്നിനും ഇടപെടണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നായിരുന്നു. ഓ മൈ ഗോഡ്. അടുത്ത കമൻറ്റ്. യു ഷുഡ് ആസ്ക് ദ അതർ 2 women why they slept with him. Obviously they like sleeping with him, didn't they? നിങ്ങൾ ഇടയിൽ വന്ന് കിടന്നിരുന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് ടു ദം ബിക്കോസ് ഇറ്റ് ഇസ് എ വുമൻസ് ഹു ഡിസൈഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ. ഓ മൈ ഗോഡ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല, അതുപോലെ തന്നെ നിൻ്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആവേണ്ട സാധനം പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയില്ല, ഞാൻ എന്നെ ഇറക്കിയിട്ട് കല്യാണമാക്കിയത്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇനി വേറെ ആൾക്കാർക്ക് വിൽക്കുമെന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ വേറെ അങ്ങനെയും സംശയിക്കേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ. പക്ഷേ നേരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി, ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അമ്മയുടെയും പൂജാമുറിയുടെയും മുമ്പിൽ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടു. അത് അമ്മയുടെ സ്വർണ്ണമാണ്, അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഒക്കെയാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ ഇത്ര അത് സ്വർണ്ണം തന്നെയാണോ എന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വെഡ്ഡിങ് ചെയിൻ ഇടുന്ന പരിപാടി സ്ഥിരമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എത്ര കഴിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം, അത് വേറെ കാര്യം. അന്ന് തന്നെ എൻ്റെ FB ഡിലീറ്റ് ചെയ്തു.
വെറുതെ കൂടെ കിടക്കാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ FB ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഫോൺ എറിഞ്ഞ് പൊട്ടിക്കേണ്ട ആവശ്യം എന്താ? അവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തെറി പറയേണ്ട ആവശ്യം എന്താ? അവനെ കൊല്ലുന്നു പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം എന്താ ഫ്രണ്ട്സിന്? ഒരു കൂടെ കിടക്കാൻ വരുന്ന പെണ്ണുങ്ങളുടെ ഓ മൈ ഗോഡ്. പിന്നെയുണ്ട് കേസുകൾ, അത് വേറെ, അതൊക്കെ ഇനി അടുത്ത കമൻറ്റ് ചെയ്യാൻ ശേഷം. ഇതെന്തായാലും വിടില്ല എനിക്കറിയാം, കാരണം ഇത് അത്ര കാലത്തെ ബന്ധമാണ് ഈ ഇവർ തമ്മിൽ. സോ ഇത് ഇപ്പോൾ ഈ ഒരു റിപ്ലൈ വീഡിയോ ഇട്ടുകൊണ്ട് ഇവർ നിർത്തില്ല എന്നുള്ളത് 100% ഷുവറാണ്. ചിലപ്പോൾ പേര് മാറ്റിയായിരിക്കും, ചിലപ്പോൾ ഈ പേരിൽ ഒക്കെ ഇവരല്ല, ചിലപ്പോൾ ആണിനെയൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് ആരാണ് മനസ്സിലായി. എനിക്ക് കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, കാരണം ഇതൊക്കെ ഞാൻ എഴുതിയിടുമ്പോഴേക്കും കുറേ സമയമാവും, ആൾക്കാർക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ടിടാന്ന് വിചാരിച്ചത്. ഞാൻ ഇത്രയൊക്കെ തൊണ്ട പൊളിച്ചിട്ട് പറയുന്നുണ്ട്, 3 ദിവസമായിട്ട് ഇങ്ങനെ വിധിയുണ്ട്. ആരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺസേൺഡ് ഹെൽപ്പ് ലൈൻ ഫോറംസിലേക്കൊക്കെ മെസ്സേജ് വിടുന്നുണ്ട്. പക്ഷേ പലതിനും തന്നെ റിപ്ലൈ, ആ കുട്ടി എങ്ങാനും സൂയിസൈഡ് ചെയ്താലോ? ഇല്ല, ഷീസ് എ ബോൾഡ് ഗേൾ, ഷീ വിൽ ഫൈൽ കേസ്. ഓക്കെ, പിന്നെ അടുത്തത് അവരെന്തെങ്കിലും ചെയ്താൽ ഇവരെ ഭീഷണിപ്പെടുത്തി ഇനി എന്തെങ്കിലും ഉപദ്രവിച്ചാൽ അവരുടെ വീട്ടുകാരനെ അതൊന്നും ഉപദ്രവിക്കില്ല, അങ്ങനെ ഉപദ്രവിക്കണമെന്ന് ഇവിടെ നടക്കില്ല. എന്നാലും അനങ്ങാനൊരു ചാൻസ് ഒന്നും ഇല്ല. അടിപൊളി. ഞാൻ ഏത് ഫോറംസിലേക്കൊക്കെയാണ് വിട്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇതാണ് അവസ്ഥ. ഇതിന് എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ കമൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരൊരു റിലേഷൻഷിപ്പിൽ മാത്രമേ ഉള്ളൂ, ലീഗലി മാരീഡ് അല്ല. ലീഗലി മാരീഡ് ആയിരുന്നെങ്കിൽ അവരെങ്ങനെ അടുത്ത ആളെ കല്യാണം കഴിക്കും? ലീഗലി ഡിവോഴ്സ് വേണ്ടേ? അതാണ് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങൾ മ്യൂച്വലി കൺസെൻറ്റിൽ പിരിഞ്ഞിട്ടില്ല, വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ വിഡ്ഢികളാക്കുമായിരുന്നു. ഇന്ന വീട്ടിലാക്കിയിട്ട് പോട്ടെ, നമ്മൾ പൊട്ടത്തി അല്ലെങ്കിൽ ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരോടും പറയണത്. പക്ഷേ ഇത്ര ആൾക്കാരുടെ മുന്നിലൊക്കെ നടത്തിയിട്ട് ഫംഗ്ഷനും ഇതൊക്കെ നടത്തി ഞാനത് കല്യാണം വിചാരിച്ചു, എന്നോട് അത് കല്യാണമെന്ന് പറഞ്ഞു. പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മീഡിയയിലുള്ള ആൾ, എനിക്കറിയാം ഇയാളുടെ ഹൊറോസ്കോപ്പ് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ്, ഇവരൊന്നും ചതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിച്ച ആൾ പറയുന്നുണ്ട്, ഇങ്ങനെ വലിയ വലിയ പൊസിഷനുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അതെ, ഹീസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. എന്നോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. കാരണം മുമ്പുള്ള ആൾ പുള്ളിക്കാരനെ പോയിസൺ കൊടുത്ത് കൊല്ലാൻ നോക്കി, അതുപോലെ തന്നെ പല മോശമായിട്ടുള്ള കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലത്തെ ഡോക്ടറെ കൊണ്ട് എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ, സത്യമാണ്. 2 ഒരു കസ്റ്റംസ് ഓഫീസറാണോ അത് വേറെ എന്തോ ഓഫീസറാണോ എനിക്കറിയില്ല, കേൾമോ കണ്ടെന്ന് നന്നായിട്ട് തിരിച്ചറിയും, പേര് ഞാൻ വേണമെങ്കിൽ ഓർത്തിട്ട് കിട്ടും. അപ്പോൾ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാനും ഇവരും കൂടി വന്നപ്പോഴാണ് ഞാൻ മോശമായ സാഹചര്യത്തിൽ കണ്ടത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇത്രയൊക്കെ വലിയ കാര്യം നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ സത്യമായിരിക്കുന്നു ഞാനന്ന് വിചാരിച്ചു. അപ്പോൾ പുരിയല്ല ഇപ്പോൾ പുരിയത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. മാരിറ്റൽ അബ്യൂസ്, ഈസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. നിങ്ങൾ അർത്ഥം എന്നിട്ടാണ് ഇതൊക്കെ പറയണേ. അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ ഈ ഒരിക്കലൊന്നും പറയാപ്പോൾ വയ്യ, ടു മച്ച് ആ നടന്ന കാര്യം എനിക്ക് ടൈം കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും ഇതൊന്നും കേസാവാൻ പോണില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു ഉദ്ദേശം മനസ്സിലായി. അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും മനസ്സിലായി. പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇവൻ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ പോലും എനിക്ക് സമാധാനമുണ്ട്. എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞത് കാണുമല്ലോ എന്നുള്ളൊരു സമാധാനം, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ നിർത്തുന്ന കാര്യം പാവപ്പെട്ട സ്ത്രീകൾ. ഞാനും പാവട്ടോ, ഞാൻ അത്ര വലിയ ഭയങ്കരമൊന്നുമല്ല, ബട്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഡിപ്രഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പാരൻസും ഉണ്ട്. സോ അതുപോലെ തന്നെ ആരുമില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രത്യേകിച്ച് കുഴപ്പങ്ങളും ഇല്ല. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ നിങ്ങളെ സഹായിക്കും? അതെനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഞാൻ ഇങ്ങനെ വായ കയറിയിട്ട് നടന്നതൊക്കെ ഒരു നാണക്കേടില്ലാണ്ട് പറയുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്, ഈവൻ ഇന്നെ ഡ്രസ്സില്ലാത്ത ചിത്രം പോലും പുള്ളി ചിലപ്പോൾ പുറത്തു വിടും. അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോ പറയും, ഇങ്ങനെ ആൾ വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പത്തെ ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച് കുറവാണ്, അത്രയ്ക്ക് തെറ്റി പറഞ്ഞിട്ടില്ല. എന്തോ നോക്കിയതിൻ്റെ ഇത്തിരി സ്നേഹം, അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ കഴിയേണ്ട ഇത്തിരി സ്നേഹമായിരിക്കും അതെന്ന് വിചാരിക്കണം. അത് മരുന്നിൽ ഒതുക്കിയത്. പിന്നെന്താ ആരെയെ പറ്റി പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നൊക്കെ ആരൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ കണ്ടായിരുന്നു അത്. Oh my god, അടുത്ത interesting comment. He is alive today because of donor doctors who did the surgery, his family members who made critical decision about his surgery, oh my god, and treatment, his wife, and God's grace. If Elizabeth did something beneficial for him, she would have mentioned. Actually mention ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചിലപ്പോൾ ഈ ചേച്ചി കണ്ടിട്ടുണ്ടായിരിക്കില്ല. Neither Elizabeth is talking about their past relationship because they ended it mutually. ഇന്റർവ്യൂവിൽ ഞാൻ മ്യൂച്വലി ആരായിട്ടും ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടില്ല. പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്, ഇത്ര കാലം പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്. പക്ഷേ ഇത്ര വൃത്തിയായിട്ടൊക്കെ കമൻറ്റ് ഇത്ര കാലമായിട്ട് നിർത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഇതൊക്കെ ഇടുന്നതാണ്, ശരിക്കും സഹിക്കാൻ പറ്റാണ്ടിരുന്നത്. ഡോണ്ട് പുൾ എലിസബത്ത് അൺനെസസറിലി ആൻഡ് സ്പോയിൽ ഹെർ നെയിം. ഓ മൈ ഗോഡ്, ഇത്ര സ്നേഹം എൻ്റെ നെയിം സ്പോയിൽ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇഫ് യു കെയർ ഫോർ എലിസബത്ത് ജസ്റ്റ് കീപ് യുവർ മൗത്ത് ഷട്ട് ആൻഡ് ലെറ്റ് ഹെർ ലിവ് ഹെർ ലൈഫ്. ഞാൻ ലിവ് ചെയ്യുന്ന ലൈഫ് ഭയങ്കര ലൈഫായിട്ട് ഇപ്പോൾ നിങ്ങളൊക്കെ തന്ന ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ കമൻറ്റില്ലേ ഡോക്ടേഴ്സ് കൂടി സർജറി പറയാൻ പറ്റില്ല, ഭയങ്കര നന്ദിയുണ്ട്. സുധീന്ദ്രൻ സാറ് ഒരു രക്ഷയില്ല. അത് മാത്രമല്ല ഒരു ഡോക്ടറിൻ്റെ പേരിക്ക് ഓർമ്മയില്ല, പക്ഷേ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അവരൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവരൊക്കെ അടിപൊളിയായിരുന്നു, വലിയ ആൾക്കാരാണ്. ഐ എം ഫാൻ. പിന്നെ ഡോണറിൻ്റെ കേസ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പരിചയമില്ലാത്ത ആൾ വന്നതാണ്. പക്ഷേ
അതിൽ വേറെ കുറേ കളികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓൾറെഡി വലിയ വീഡിയോ ഒക്കെ ഞാൻ ഇത്ര വലിയ വീഡിയോ ഒന്നും ഇടാറില്ല. അതിൻ്റെ കളി കുറച്ച് സ്പെഷ്യൽ ലൂപ്പുകളാണ്. അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തായാലും ഇതിപ്പം പ്രത്യേകിച്ച് ഇതിനിപ്പോൾ ഒരു ഉത്തരം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അത് പിന്നെ പറയാം. പിന്നെ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഹു മേഡ് ക്രിട്ടിക്കൽ ഡിസിഷൻ. ഇങ്ങനെ ഈ കോമയിലേക്ക് പോവുക, പാരലൈസ്ഡ് ആവുക, ഇയാളെ വെന്റിലേറ്ററിലാക്കുക, അതുപോലത്തെ ഡിസിഷനിലൊക്കെ ഇവരുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഞാനുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. രാത്രി 5 മണിക്കാണ് പുള്ളീനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, വീണ്ടും ബ്ലീഡിങ് ആയിട്ട്. INR ക്രിട്ടിക്കൽ. പുള്ളി ഭയങ്കര അക്രമമായിരുന്നു, ടെൻഷൻ അടിച്ച് ചത്തു എന്ന് പറയാം. അതൊക്കെ ഇപ്പോൾ വെറുതെ അല്ല, വേറെ ആൾക്കാരായിരുന്നല്ലോ അവിടെ. പിന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട് എന്തിനാ വന്ന് എനിക്കറിയില്ല. വന്നിട്ട് സർജറിയുടെ സമയത്ത് പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ ചേച്ചി എത്തി. എന്നിട്ട് അവർ നെക്സ്റ്റ് ഡേ അവർ പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവർ പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത്. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ തീട്ടും മൂത്രമൊക്കെ കഴുകുക, അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ, എൻ്റെ ക്രെഡിറ്റൊക്കെ എൻ്റെ ആൾക്കാണ്. അതായിരുന്നു നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി. എന്നാൽ മിനിമം ആ ചെയ്ത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത്. സീരിയസ്ലി നമ്മളൊരു പണിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഭാര്യയില്ലാന്ന് പറഞ്ഞു, പിന്നെ എന്തിൻ്റെ കേട്ടിനെ ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക, അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ട്രിപ്പ് തീരുമോ നോക്കുക, നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക, നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. അവരും പറഞ്ഞു ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല, ഇതിൻ്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. കുറേ കാലമാകും പല പെണ്ണുങ്ങളായിട്ട് നടക്കുന്നു. ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഇനി വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയത്. പക്ഷേ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോൾ ആർക്കും വാക്കുമില്ല, ആൾക്കാരെ കാണുന്നില്ല. പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവർ പോയി. അടിപൊളി. അവരോടൊന്നും എനിക്കൊരു വിഷമില്ല, ഭയങ്കര സ്നേഹം മാത്രം. പക്ഷേ വീണ്ടും ഇത്രയൊക്കെ നമ്മൾ വേണ്ട ഇതിൽ ഇടപെടണ്ട ഇന്ന ഈ പേടിച്ചിരുന്നിരുന്ന എന്നെ കൊണ്ട് ഇപ്പോൾ ഒരു 37 മിനിറ്റ് വീഡിയോ ആയിട്ടും പിന്നെ നിർത്തിക്കണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കാരണം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു കുറച്ച് കാലം കൂടുതൽ താമസിച്ചാണല്ലോ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ ആദ്യം തന്നെ ഒന്നെങ്കിൽ തോക്കായിട്ട് വരും, വാളായിട്ട് വരും, അല്ലെങ്കിൽ ഗുണ്ടകളെ വിടും, അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം. ഞാൻ കുറവ് കണ്ടോണേ. അല്ലെങ്കിൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര അറ്റാക്ക്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്ലാനിങ് ആണ്, മനസ്സിലായി. ഈ ട്രഡീഷണൽ വുമൻ അല്ലാത്ത കാരണമല്ലേ ഒരു ആൾ ഇനി ഉണ്ടാവില്ല, ഇറങ്ങി വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഇറങ്ങി പോയത്. അല്ലെങ്കിൽ കൊലസ്ത്രീയും അല്ലെങ്കിൽ ട്രഡീഷണൽ വുമനൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇറങ്ങി പോകുമോ? അതുകൊണ്ടല്ലേ അമ്മയൊക്കെ വന്നിട്ട് താലിട്ടപ്പോൾ, അമ്മയ്ക്കുള്ള പ്രസൻസിൽ താലിട്ടപ്പോൾ വിശ്വസിച്ചത്, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയത്. അവിടെ വെച്ചിട്ട് തന്നെ പലതും സംഭവിച്ചത്. പിന്നത്തെ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത്രയ്ക്ക് മോശമായിട്ട് ഒരു കുട്ടീനെയും ഇതൊക്കെ ഇത് പറിച്ച് പറയുമ്പോൾ നിങ്ങൾ പലരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ പല ക്രിമിനൽ കഥകൾ വരുമ്പോൾ നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് മേടിച്ചിരുന്ന ആ കുട്ടിയുടെ പേരില്ല. അതിനെ നിങ്ങളും കാണിക്കണോ? എത്ര പ്രാവശ്യം അവരുടെ ഫോൺ ലീക്ക് ചെയ്ത് പല മീഡിയകൾക്കും കൊടുത്തിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. മുമ്പൊക്കെ അതൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്ര ആക്കാനും നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ളത് എന്താ പറയാം. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അതിനൊന്നും കാര്യമില്ലല്ലോ. ഇതിൽ ഞാൻ ഇങ്ങനെ കിടുമ്പോൾ നാളെ ചിലപ്പോൾ കേസ് വരെയായിരിക്കും, കുഴപ്പമില്ല. ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ടാണ് ഇതിൽ ഇറങ്ങിയോണേ. എനിക്ക് മതിയായി പേടിച്ചിട്ടിരുന്നിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ പേടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഓക്കെ നിങ്ങൾ പോലീസ് പിടിച്ചിട്ടേക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാസം വന്നിട്ട് ഇത് ഞാൻ പറയും, അല്ലെങ്കിൽ കുറച്ചാലും ജയിലിൽ ഇട്ടിട്ട് നമ്മുടെ ചെറുത്താനെ നിർത്തിയ പോലെ ജയിലിലിട്ട് ഫോട്ടോ എടുത്തിട്ട് നാണം കിട്ടും. ആക്ച്വലി ഇത്രയൊക്കെ നാണം കിട്ടും. ഞാൻ ഇനിയിപ്പോൾ ജയിലിൽ കയറുമ്പോൾ കൂടുതൽ നാണം കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ചെറിയാണ്. മൈ ഗോഡ്, ഇയാളുടെ കൂടെ ഇറങ്ങി പോയിട്ടില്ലേ? ആരെങ്കിലും പോവോ ഇയാളുടെ കൂടെ? എനിക്കന്നും അതൊന്നും പുരിയല്ലേ, ഇപ്പോൾ പുരിയത്. അങ്ങനെ അപ്പോൾ അത്ര നാണം കെട്ടിരിക്കണ എനിക്ക് ഞാൻ ഓൾറെഡി ഒരു ജയിൽ പോലത്തെ അവസ്ഥയെന്നൊക്കെ വന്നത്. അപ്പോൾ എനിക്ക് ഗവൺമെൻറ് ജയിലിന് ഇത്തിരി വിശ്വാസമുണ്ട്. അതിൽ ഓക്കെ നടടിയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ. അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, കുഴപ്പമില്ല. ഇത്രയും നമ്മൾ അടി കിട്ടാനും നല്ല പ്രാക്ടീസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ പല വൃത്തികെട്ട രീതിയിലുള്ള അറ്റാക്കൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പ്രാക്ടീസ്ഡാണ്. അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം കിട്ടുമല്ലോ. എനിക്ക് 3 വർഷം ഭക്ഷണം കിട്ടാണ്ടൊക്കെ ഇരുന്നുണ്ട്. നമ്മളതിനെ റൂമിലൊക്കെ പൂട്ടിയിട്ടിട്ട്. സോ ടാപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ജയിലിൽ വരില്ല എനിക്ക് തോന്നുന്നു. സോ അതൊന്നും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. ഞാൻ എന്തിനും ഇത് ചെയ്യാണ്. നിൻ്റെ വീട്ടുകാരും നാണം കേടാൻ കുഴപ്പമില്ല. വീട്ടുകാർക്ക് നിൻ്റെ സമാധാനത്തിന് എന്താ തോന്നിച്ചാൽ നീ ചെയ്തോന്നിട്ട് പറഞ്ഞു. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഇനി എത്ര കാര്യത്തിൽ പെടും. ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ കുറേ മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. അവർ എനിക്കറിയില്ല, നിന്നോട് വട്ട് കേസാണ് പറഞ്ഞത്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുകയെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും വിശ്വസിച്ചു. അപ്പോൾ അവരുടെയൊക്കെ പ്രാക്കായിരിക്കും ഇപ്പം ഞാൻ ഈ അനുഭവിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ അനുഭവിക്കേണ്ട സാധനങ്ങൾ നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും അനുഭവിക്കും. പക്ഷേ ഇത് ഭയങ്കര മോശം ആണ് ഈ കുട്ടീനെ പറ്റിയിട്ട് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പല കേസുകളിൽ നിന്നും നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത ഒറ്റ കാരണം നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തില്ല. ഈവൻ എനിക്ക് ഇഷ്ടം തോന്നിയതൊക്കെ നിങ്ങൾ ഡാഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിൽ കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ കരച്ചിലാണ് വീണത്. അങ്ങനെ പല പെണ്ണുങ്ങളും ആ ഇതിൽ തന്നെ വീണത്. ഇനി നിങ്ങൾ അതുപോലത്തെ ഒരു സിമ്പതി കിട്ടാനുള്ള പരിപാടി നിങ്ങൾ ഉണ്ടാക്കാൻ പോകേണ്ടതെന്ന് എനിക്കറിയാം. കാരണം ഇത്ര കാലം ഒരുമിച്ച് താമസിച്ചുല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത മൂവ് ഏകദേശം ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത ന്യൂസ് ഇതായിരിക്കും. അതുവരെ നിങ്ങളൊന്നും മിണ്ടില്ല. അടുത്ത ന്യൂസ് ആ സംഭവമാണ്. ഐ ആം വെയിറ്റിംഗ് നമ്മൾ വിജയ് സാറൊക്കെ പറയില്ലേ, അതാണ്. എന്തായാലും അല്ലാതെ അടിപൊളിയാണ്, കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി. സീരിയസ്ലി അതൊരു വലിയൊരു കേസാണ്. കാരണം എന്താ വെച്ചാൽ ഈ കസ്തൂരി എന്ന് വന്ന കുറേ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആ ഇപ്പോൾ 2 കസ്തൂരിയുടെ, ഞാൻ ഓൾറെഡി പറഞ്ഞു 2 കസ്തൂരിയുടെ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ഉണ്ട്. മാത്രമല്ല പഴയ കമൻറ്റുകൾ പലതും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ട് അവർ ഹൈഡ് ചെയ്താൽ ഓക്കെ ഇപ്പോൾ നോക്കുമ്പോൾ കാണാനല്ലോ എന്ന് പറയും. സോ
എന്ത് വേണമെങ്കിലും എനിക്ക് എന്തായാലും കാണാനില്ല. അതുപോലെ തന്നെ ആ സ്ക്രീൻഷോട്ടിലിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ അതിൽ അവർ മോഡിഫൈ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ പലത്. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ പ്ലാൻ ചെയ്യണമെന്ന് അറിയില്ല. ആ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അതൊക്കെ ഒന്ന് മാറ്റി കുറുക്കി എന്തായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എല്ലാം ഒന്നൊരു മയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭയങ്കര ഒരു വൃത്തിയായിട്ട ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആക്ച്വൽ ലാംഗ്വേജിൽ. ഇപ്പോൾ പക്ഷേ കുറച്ച് മയം വന്നിട്ടുണ്ട്. ഒരു വാക്കിനൊക്കെ ഇത്തിരി ശുദ്ധി വന്നിട്ടുണ്ട്. ഈ ഒരു ബാഡ് വേർഡും കൂടി കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നിങ്ങളെ ആണ് എന്ന് ഓർമ്മ വന്നത്. ഓക്കെ, ആക്ച്വലി ഇനിയൊരു വേറെ കമൻറ്റ് കൂടി ഉണ്ട്. അതെനിക്ക് മിസ്സായിട്ട് അതും കൂടി ആഡ് ചെയ്താൽ ഒരു മിനിറ്റ്. ഞാൻ ഹസ്ബൻഡായിട്ട് വിചാരിക്കുന്ന ആളാണ് ഞാനെന്തിനാ പേഷ്യൻ്റായിട്ട് കാണുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ലിവർ പേഷ്യൻ്റ് അല്ലെങ്കിൽ സിറോസിസ് ആയിട്ട് വന്നിട്ടുള്ള ആളൊക്കെ എന്തിനാ ഒരു MBBS ജസ്റ്റ് കഴിഞ്ഞൊരു കുട്ടീനൊക്കെ കണ്ട ആവശ്യം? അത് ഇത്ര വലിയ കാശുള്ള ആൾ, എനിക്ക് അത്ര വലിയ പൊസിഷനൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്. പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ഇവർ വിട്ടിട്ടില്ല. ഞാൻ തന്നെയാണ് പുള്ളിക്കാരി കുറച്ച് മുമ്പ് പറഞ്ഞു പുള്ളിക്കാരി എന്താണ് ഡോക്ടറിനോടൊക്കെ നന്ദി പറയണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേഷ്യൻ്റാണ്, അപ്പോൾ എന്നോടാണ് നന്ദി പറഞ്ഞത്. സത്യത്തിൽ ഞാൻ പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ ഫോളിങ് ഇൻ ലവ് ബിക്കോസ് ഹീസ് എൻ ആക്ടർ ഓർ സംതിങ് ഷോസ് ഇറസ്പോൺസിബിലിറ്റി ആൻഡ് ഇമ്മച്യൂരിറ്റി. അപ്പോൾ നടന്മാരനോടൊന്നും ആർക്കും പ്രേമം തോന്നാൻ പാടില്ലേ? സത്യത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിയുടെ ഡോക്ടറല്ല. ഞാൻ ഒരു തരത്തിലും പുള്ളിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഓക്കെ മാരേജ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഞാൻ എപ്പോഴാണ് ട്രീറ്റ് ചെയ്തതെന്ന് പറയണം. അത് എൻ്റെ ഭയങ്കര വിനീതമായ റിക്വസ്റ്റാണ്. ഇതിനു മുമ്പ് ഇതിന് മോശമായിട്ടുള്ള രീതിയിൽ ഇവർ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വേറെ തരത്തിലുള്ള എഡിറ്റഡ് വേർഷനാണ്. 10 ദിവസം മുമ്പ് വന്ന വീഡിയോ ആയിരുന്നു. 8 ദിവസം മുമ്പ് ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അത് അവർ ഡിലീറ്റ് ആക്കിയിട്ട് ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഡിലീറ്റ് ആക്കി പുതിയ കമൻറ്റ് എടുത്താണ്. അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ കുറച്ചും ബെറ്ററാണ്. നമുക്ക് ഇതൊന്നും കണ്ട വലിയ വിഷമം തോന്നില്ല. കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് കണ്ടപ്പോൾ നന്നായിട്ട് വിഷമം തോന്നി. ഓക്കെ, ആൾ വൾണറബിൾ പൊസിഷനിലായ കാരണമാണ് റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ ഇടുമ്പോൾ എനിക്ക് പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ജീവിതകഥ മൊത്തം പറയുമ്പോൾ എനിക്ക് ദൈവം കൊണ്ടുവന്നതാണ് നിന്നെ സംരക്ഷിക്കാൻ നിന്നോട് പറഞ്ഞിട്ട് പറഞ്ഞ ആൾ അവസാനം ഞാൻ സംരക്ഷിക്കേണ്ടി വന്നതാണ് അതിൻ്റെ ഒരു കഥ. അതായത് ഞാൻ അറിയാണ്ട് ഞാൻ ഓക്കെ ഈവൻ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്ക് ഇനിയിപ്പോൾ എന്ത് രോഗം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പ്രേമം അത് ബേസ് ചെയ്തിട്ടല്ല. ഞാൻ ഒരാളിനെ ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ. പക്ഷേ അതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല. അത് വേറെ കാര്യം. In seems they were not compatible due to their professional, cultural, religious differences. So they mutually ended their relationship. ഈ മ്യൂച്വലി എൻഡ് ചെയ്യാൻ നിങ്ങളാണോ എൻ്റെ ഇടയിൽ വന്നിട്ട് നിന്നുണ്ടായിരുന്നത്? ഞാൻ മ്യൂച്വലി എൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഡിവേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളെങ്ങനെയാണ് അത് മ്യൂച്വലി എൻഡ് റിലേഷൻഷിപ്പ്? ഞാൻ അത്ഭുതപ്പെട്ടു കല്യാണം കഴിച്ചപ്പോൾ. അയാൾ വേറെ പെണ്ണുങ്ങളിനൊക്കെ ഫ്ലാറ്റിൽ കൊണ്ടുവരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. നമ്മൾ ഇനി മക്കളെ വിളിച്ച് പറയുമല്ലോ കുറച്ച് കാലം അവിടെ നിന്നല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിച്ചില്ല. അത് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അതിപ്പോൾ നിങ്ങൾ എന്താക്കി ഓക്കെ എന്തെങ്കിലും ആകട്ടെ. There is no point in bringing his past or the woman's past. Oh my god, very much too much comedy. കാരണം എൻ്റെ പാസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഒരാളുടെ പേരൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ഞാൻ ആക്ച്വലി ആ കമൻറ്റ് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ പറ്റിയിട്ട് ഹിസ്റ്ററി മൊത്തം പഴയ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ടൊക്കെ ഇതേ പറ്റിയിട്ട് ഞാൻ പറയും ഇതിനെപ്പറ്റി ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് പല സമയത്ത് ഞാൻ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഞാൻ പല മെഡിക്കൽ വീഡിയോകളും ഇട്ടിരുന്നു. അങ്ങനെയൊക്കെ ഒരു വീഡിയോ ആയിരുന്നു അവസാനം. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടടക്കം പിന്നെ ഇതേപോലെ ഭീഷണികൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു ആ കമൻറ്റൊക്കെ. കാരണം വെറുതെ എന്തിനാ ഇങ്ങനെ ഇതുപോലെ റിയാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വേണ്ടല്ലോ. നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി റിയാക്ട് ചെയ്യും. നമുക്കതിന് ഒരു റെസ്പോൺസും കിട്ടില്ല, നമുക്ക് നീതിയൊന്നും കിട്ടില്ല എനിക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും ഈവൻ എനിക്ക് ഒരു അടി കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞ കുഴപ്പമുണ്ടാവുമെന്നൊക്കെ അറിയില്ല. നമ്മുടെ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷൻ ആൾക്കാരൊക്കെ വന്ന് അപ്പോഴേക്കും ഇയാൾ ഇവിടുന്ന് ഓടി വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തില്ല. പക്ഷേ ആൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോയാലാണ് പുള്ളി വരുള്ളൂ എന്നാണ് ഡിമാൻഡ്. അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ഞാൻ ഇറങ്ങി പോകാണ്ടിരുന്നൊരു കാര്യമില്ല. അതിന് മുമ്പ് ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ഈ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നായ്ക്കുട്ടിയിലേക്ക് ഭയങ്കര നായ്ക്കുട്ടീനെ. അപ്പോൾ ഞാൻ നായ്ക്കുട്ടീനെ എടുത്തിട്ട് പോകുന്ന നായ്ക്കുട്ടി ഞാൻ കട്ടിട്ട് പോകുന്നു പറയും. കാരണം മുമ്പ് ഒരു തവണ ഞാൻ ഈ 6 മാസം ന്യൂമോണിയൊക്കെ വന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആയെന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് എന്നെ പറ്റിയിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ 25 ലക്ഷം രൂപ കട്ടെടുത്തിട്ടുണ്ട് പോയതാണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് അങ്ങനെ 25 ലക്ഷം രൂപ കട്ടെടുത്തിട്ട് പോയ ആളിനെ പിന്നെ ഇതിനെ വീണ്ടും വിളിച്ചിട്ട് വീട്ടിൽ കയറ്റിയാണ് വീട്ടിലെ ഹോസ്പിറ്റലിലേക്ക് വയ്യാണ്ട് എടുക്കുമ്പോൾ ഇതിനെ വീണ്ടും വിളിച്ച് വരുത്തിയാണ്. കാരണം പുലർച്ചെ 3 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് ചോര ശ്രദ്ധിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് വരുന്നത്. അവിടെ ആരുമില്ല സൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും ദൈവത്തിനറിയാം. കാരണം അവിടെ ഡോക്യുമെൻറ്റേഷൻ്റെ ഇതൊക്കെ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അറിയില്ല, പക്ഷേ ദൈവം എല്ലാതും കാണുമല്ലോ. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡോഗിനെ എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഡോഗിനെ വിട്ടിട്ട് പോയ ഭക്ഷണം ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ. അപ്പോൾ ഞാൻ അപ്പത്തെ ഭക്ഷണം കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ലോയറിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഇറങ്ങി പോയാൽ കുഴപ്പമുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ലെറ്റർ ആക്കിയിട്ട് ഇറങ്ങി പോയിട്ട് ആളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചാവി കൊടുത്തിട്ട് പോരുകയെന്ന് പറഞ്ഞിട്ട്. കാരണം ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി താക്കോൽ മേടിച്ചിട്ടില്ല. കാരണം പോലീസൊക്കെ വന്ന കേസില്ല, അവർ താക്കോൽ മേടിച്ചില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സംഭവം ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംഭവം പറഞ്ഞു. പക്ഷേ അപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ തീർക്ക്, അല്ലാണ്ട് ഇവിടെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളോട് ലോയർ പറഞ്ഞത് ആ റെസിപ്റ്റ് കൊടുത്തിട്ട് ആ ലെറ്റർ കൊടുത്തിട്ട് താക്കോൽ കൊടുത്തിട്ട് ഒരു റെസിപ്റ്റ് വാങ്ങാനാണ് പറഞ്ഞത്. കാരണം എന്ത് വേണമെങ്കിലും അവസാനം അവിടെ കട്ടെടുത്ത് പോയി എന്ത് വേണമെങ്കിലും അടിച്ച് വിളിക്കുന്നത് എന്ത് വേണമെങ്കിലും പറയാം. കാരണം നാക്കിനില്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. സോ ആ ഒരു കാര്യം പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ പേടിച്ചില്ല. അതിന് മുമ്പ് പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എന്നാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേരും നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ വന്നതാണോ അതോ ഇവരുടെ ഗുണ്ടകൾ വിളിച്ചാണോ പേടിപ്പിക്കാനൊക്കെ അറിയില്ല. ആളൊരു കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട് ഞാനാണ് ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അയാളുടെ കയ്യിലൊക്കെ കോറിലുണ്ട് എന്നൊക്കെ പറഞ്ഞു.
പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു, ആ കോറിലൊക്കെ അയച്ചു കൊടുത്തു, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തു, വക്കീലിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് ഒരു മൽപ്പിടുത്തൊക്കെ നടന്ന് അടിച്ചിട്ടൊക്കെയാണ് ഇതിനെ. ആ സമയത്ത് നമ്മൾ മരണ പ്രായത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കോറിലൊക്കെ വന്നൊന്നും വരാം. അതായിരിക്കും ഉണ്ടായതിൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചൊക്കെ ഓർമ്മയുണ്ട്. കറക്റ്റ് സംഭവങ്ങൾ എനിക്കിപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോകൾ ചോര വന്നത് കയ്യിൽ നിന്നൊക്കെ ഉണ്ട്, ചോര വന്ന സാധനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നീര് വന്നത് ഞാൻ എൻ്റെ മുഖം അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പിച്ചി മാന്തിന്ന് പോയിട്ടുള്ള കുറേ ഫോട്ടോകൾ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ കംപ്ലയിൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കോള്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഉണ്ടായ സമയത്ത് ഞാൻ അപ്പോൾ തന്നെ ഇൻ ബിറ്റ്വീൻ ദ സിറ്റുവേഷൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ച ഉടനെ നിങ്ങൾ ക്യാമറ നോക്കിയാൽ കോളിൻ്റെയും നിങ്ങളുടെ ആ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാളൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ളതും. അതുപോലെ തന്നെ പോലീസുകാരുടെ മുഖവും ഇതൊക്കെ കണ്ടതാണ്. അവരിനോട് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു. അവർക്ക് പേടിയാണ് റിട്ടേൺ കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഇവരുടെ കേസ് ആക്ഷൻ എടുക്കാൻ. അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആൾക്കാർ എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് കണ്ടായിരുന്നു. അന്ന് വന്ന ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. കാരണം ഞാൻ അതിന് മുമ്പും ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ആക്ച്വലി ഇങ്ങനെ 2 ചെക്കന്മാരെ അടിച്ചിട്ട് അവർ റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോലീസ് കേസൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അതെന്തോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് എന്തോ അവർ എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവനെ വിളിപ്പിച്ചിട്ട് തല്ലിയത്. ആക്ച്വലി പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. പക്ഷേ പോകുമ്പോൾ അവരുടെ ഹെൽമെറ്റ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹെൽമെറ്റ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ്. അയാളെ നല്ല അടിച്ചു. ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അവർ പോയിട്ട് റിനെ മെഡിസിറ്റിയിൽ അഡ്മിറ്റായി. പലതരത്തിൽ ഇയാൾക്ക് കോൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഇയാൾ ഒരു കട ഉദ്ഘാടനത്തിന് പോകാം. എനിക്ക് പേടി. ഞാൻ അന്ന് ഒരു 21 ഡേയ്സിന് റിനയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് വലിയ കഥ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ട് പോയാണ്ടാവും. അപ്പോൾ അന്ന് ഞാൻ ലീവ് എടുത്തു. അന്ന് ലീവ് എടുത്തിട്ട് എൻ്റെ ഡോറിൻ്റെ അവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. പുള്ളി ഈ എയർ ഗണ്ണ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ബോഡി പുള്ളിയും പേടിച്ചിട്ട്, അതുകൊണ്ട് ബ്ലാക്ക് കാറ്റിനൊക്കെ വിളിച്ച് വീണ്ടും വേറെ കുറച്ച് 2-3 ചെക്കന്മാരായിട്ട് പോകണം. കാരണം അടിച്ചാൽ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട്. ഇവർ പിന്നെ എന്തെങ്കിലും കേസിന് പോകാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് പിന്നെ അവർ വന്നു എന്ന് അപ്പുറത്തെ വീട്ടുകാരിനോട് പറഞ്ഞു. ഡോറ് കൊട്ടി അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയോട് എന്തോ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പേടി. ഇയാളെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അങ്ങനെ ഓൾറെഡി കുഴപ്പമുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഭാര്യ ഒറ്റയ്ക്കാണല്ലോ. അതുപോലെ തന്നെ ബാക്കിലത്തെ ഡോറ് ഗ്ലാസ് ഡോറാണ്. അത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പ്രശ്നമുള്ള സമയത്ത് ഓൾറെഡി എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ഞാനും മറ്റേ വെച്ചപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ സെൽഫ് കെയർ നോക്കിയിട്ട് പോയി. ഇങ്ങനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പക്ഷേ എന്നെ കൊണ്ടുപോകാണ്ട് പോകാനുള്ള കാരണങ്ങൾ വേറെ ഉണ്ട്. വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ പറയില്ല. കുറച്ച് സസ്പെൻസുകൾ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ അറിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്ക്. ഓ മൈ ഗോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അത് നല്ല ധൈര്യമായിരുന്നു. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ആദ്യം ഇല്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇവിടെ 2-3 ആഴ്ച ബെൽ റിങ് ചെയ്യണു, ആദ്യം വാതിലുമ കൊട്ടി, എനിക്ക് പേടിയാവുണ്ട്, ആരാന്നറിയാൻ എനിക്ക് മാർഗ്ഗമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നു, നന്നായിട്ട് സംസാരിച്ചു. പക്ഷേ പോലീസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. പുള്ളി പെട്ടെന്ന് എത്തി. അത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എത്തിയെന്ന് എനിക്കറിയില്ല. അതുവരെ എൻ്റെ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പോലീസുകാർ സംസാരിക്കുന്നവരൊക്കെ. അത് ആ ഒരു സംഭവം കൂടി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പലവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ടതെന്ന് അറിഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്ന്. ഞാൻ അപ്പോൾ ഇന്ന ജീവന ഭയം തോന്നിയ സമയത്താണ് അന്ന് വിളിച്ചത്. ഇന്നും എനിക്ക് അടി കിട്ടിയിട്ട് ഇത് കൺട്രോളില്ല. അന്ന് കിട്ടിയത് ഈ ഫിസ്റ്റ് ചുറ്റിട്ടിട്ടാണ് എൻ്റെ മോന്തിക്ക് അടിയിട്ടത്. മാത്രമല്ല എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും, എൻ്റെ വിരൽ പിടിച്ച് പിടിക്കാൻ നോക്കുക, മുടി പിടിച്ചിട്ട് വലിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ. എനിക്ക് പല ഈ ചിന്തകളുടെ മാറ്റം വന്നത് ആ ഒരു ജീവിതത്തിൽ നിന്നാണ്. നമുക്ക് സാധാരണക്കാരായ ചിലപ്പോൾ ജസ്റ്റിസ് ഒന്നും കിട്ടിയെന്ന് വരില്ല എന്നുള്ളൊരു ബോധം വന്നത് അവിടെ നിന്നാണ്. എന്നോട് അയാൾ വിളിച്ചിട്ട് ചോദിച്ചത് നിങ്ങൾ പല തവണയായിട്ട് പലരും സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഒരു തവണ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടാണ്. എൻ്റെ ഭർത്താവ് എന്ന് എനിക്ക് വിളിക്കാവോ എനിക്കറിയില്ല. അദ്ദേഹത്തിന് വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, പേടിച്ചിട്ട് വിളിച്ചതാണ്. വേറെ ഇതുണ്ടായിരുന്നില്ല. മുന്നേ അവരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ഗുജറാത്തിലത്തെ പോലീസ് അടിപൊളിയാണ്. ഞാൻ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ശരിയാക്കാം. ഞാൻ പറഞ്ഞു ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്കിത് കേട്ടിട്ടൊന്നും സഹിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയിട്ട് 5, 6, 7 കല്യാണം കഴിക്കുക, ഒരു കുഴപ്പമില്ല. സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്ക്, നീ കേസ് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഞങ്ങളതിനെ വിളിച്ചിട്ട് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ് എവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല സത്യമായിട്ട്. എനിക്കിതൊക്കെ എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ കോൺസിക്വൻസസ് എന്നറിയില്ല. ഞാനധികം കേസിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കേസുകളൊന്നും പോയിട്ടില്ല. എനിക്ക് എവിടെ നിന്നാണ് സംരക്ഷണം കിട്ടുകയെന്നറിയില്ല. ഈ വീഡിയോ ഞാൻ ഇതിടുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 58 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു 2 മിനിറ്റിൽ കഴിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓരോ കമൻറ്റ് വായിച്ച് വരുമ്പോൾ നമുക്ക് ഇമോഷണൽ കുറച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെറ്റായി പോയോ എന്ന് എനിക്കറിയില്ല. കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയില്ല. എനിക്ക് ബോധമില്ലാന്ന് പറഞ്ഞ കാരണം ബോധമില്ലാത്തക്കാരെ എങ്ങനെ വേണമെങ്കിലും ചെയ്യുന്ന കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഈ ബോധമില്ലാത്തക്കാരനെ വിത്ത് കൺസെൻറ്റ് ഓൾസോ എന്നിട്ടാണ് ഈ മറ്റേ പരിപാടി ചെയ്യുന്നത് ഒഫൻസ് ആണെന്നാണ് ഞാൻ ഫോറൻസിക്കിൽ പഠിച്ചോണേ. അപ്പോൾ നിങ്ങൾ ബോധമില്ലാന്നാണ് വിചാരിക്കണമെങ്കിൽ ബോധമില്ലാന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നെങ്കിൽ നിങ്ങൾ ബോധമില്ലാത്ത ഒരാളിനെ ഇട്ട് മറ്റേ പരിപാടി ചെയ്ത പോലെ ആയിരിക്കും. എന്തായാലും വാട്ടെവർ. എനിക്കിപ്പോൾ യാതൊരു പ്രതീക്ഷയില്ല എനിക്ക് നീതി കിട്ടുന്നു. കുറച്ച് ആൾക്കാർക്ക് ആദ്യം കുറച്ച് ആവേശമൊക്കെ ഉണ്ടായിരിക്കും. കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. കുറേ ആൾക്കാർ പല രീതിയിൽ എൻ്റെ റിലേറ്റീവ്സോ ആരും ചെയ്യാത്ത പല സഹായങ്ങൾ പലരും വാക്കുകളാലും പല തരത്തിൽ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. താങ്ക് യു പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അത് ഇതിനാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് കേസൊന്നുമില്ല. ഇപ്പോൾ നടന്ന കേസല്ല. ആക്ച്വലി എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുപോലെ തന്നെ സന്തോഷം തോന്നുന്നുണ്ട് ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. കുറേ യൂട്യൂബ് ചാനലുകൾ കുറേ ആൾക്കാരോട് നന്ദി പറയാൻ തോന്നുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈവൻ മെസ്സേജിൽ പറഞ്ഞാണ് എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് ആലോചിച്ചിട്ട് അവരുടെ ഉറക്കം പോയിന്ന്.
സത്യമായിട്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറ്റാല്ലേ, ഓൾറെഡി അത് ഞാൻ കൂടുതലൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു. സോ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായിട്ട് ചെയ്യണതാണ്. അതായത് ഇനി എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇനിയിപ്പോൾ എൻ്റെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല, ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടാലും എനിക്ക് കുഴപ്പമില്ല, എന്ത് തരത്തിൽ നിങ്ങൾ പറ്റിയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ആ തരത്തിലാക്കി തന്നതാണ്. എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയോ, അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത്. എന്നിട്ട് എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുന്ന ആലോചിക്കുമ്പോൾ അത് ഞാൻ കുറേ കാലം എന്തെങ്കിലും ആവട്ടെ, വട്ടവർ ബൈ.